അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെർക്കളയിൽ ജനിച്ച് ചെമ്പിരിക്കയിൽ 40 വർഷത്തോളം മുക്രിയായിട്ടും ഖത്തീബായിട്ടും സേവനമനുഷ്ഠിച്ച മഹാനായ പണ്ഡിതൻ അബ്ദുൽ ഖാദർ എന്നിവരുടെ ഓമനപുത്രൻ മുഹമ്മദ്, ഇപ്പോൾ മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്നറിയപ്പെടുന്ന MAK, അദ്ദേഹം ദീനീ രംഗത്ത്, കച്ചവട രംഗത്ത്, സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്നുള്ളത് ദീനീ രംഗത്ത് സജീവമായി, അതിൻ്റെ പ്രബോധന രംഗത്തും പ്രവർത്തന രംഗത്തും സജീവമായി നിൽക്കുമ്പോൾ തന്നെ മതേതര ജനാധിപത്യ ഭരണഘടനയുടെ ഇന്ത്യ എന്ന ഈ മതേതര രാജ്യത്തിന് വേണ്ടി എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് വേണ്ടി, അവരുടെ സൗഹാർദ്ദത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി അളവോളം അവർക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറായിട്ടുള്ള, എന്നും ഏതൊരു സ്വാതന്ത്ര്യദിന പരിപാടിയിലാണെങ്കിലും റിപ്പബ്ലിക് ദിന പരിപാടിയിലാണെങ്കിലും രാജ്യത്തിൻ്റെ ദേശീയോദ്ഗ്രഥനം ഉയർത്തിക്കൊണ്ടുള്ള പാട്ടും കവിതയും പ്രസംഗവുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പിതാവ് പൊന്നോമനപുത്രനായ അദ്ദേഹത്തെ ജനിപ്പിച്ചപ്പോൾ അതിനുശേഷം ആ ഭാഗ്യപുത്രൻ പഠിച്ചു വളർന്ന് പിന്നീട് മതപ്രബോധന രംഗത്ത് സജീവമായപ്പോൾ, കസബിൽ കച്ചവടത്തിന് സജീവമായപ്പോൾ, ദുബായിൽ പോയാൽ വെള്ളിയാഴ്ച ദിവസം ഖുതുബ ഓതാൻ പോലും തയ്യാറായപ്പോൾ അദ്ദേഹം ഒരിക്കലും സ്വപ്നം കണ്ടില്ല ഇങ്ങനെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റുമെന്ന്. എന്നാൽ അദ്ദേഹം തുടങ്ങി വെച്ച ഓരോ കച്ചവടവും ദീനീ സേവനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു സമുച്ചയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായിട്ടാണ് പിന്നീട് മുന്നോട്ട് പോയത്. ആ പ്രവർത്തനം സജീവമാക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇവിടെ ഏക്കറുകളോളം സ്ഥലമെടുത്ത് ഇവിടെ ആദ്യം ഒരു കെട്ടിടമുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ സ്വന്തം പൈസ, അദ്ദേഹത്തിൻ്റെ സ്വന്തം പണം ഉപയോഗിച്ച് ഇവിടുന്ന് മാസാമാസം 1-2 ടീമുകൾ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭമെടുത്ത്, അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ നിന്നും കിട്ടുന്ന ലാഭമെടുത്ത് സ്വന്തം ഭാര്യയെയും മക്കളെയും പേരക്കുട്ടികളെയും പോറ്റി വളർത്തുന്നതിനോടൊപ്പം ഒരു ദീനമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഒരുപാട് അറിവുകൾ നമുക്ക് പഠിക്കാനിടയായി, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്നും നമുക്ക് പകർന്നു കൊടുക്കാനിടയായി. വരും കാലങ്ങളിൽ ഒരേ ഒരു ഉപദേശം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ, ഇതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരോടും, നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളോടും അതുപോലെ തന്നെ നാട്ടുകാരോടും അയൽപ്പക്കക്കാരോടൊക്കെ പറഞ്ഞ്, നിങ്ങൾക്കറിയാവുന്ന സാമ്പത്തികമായി മേന്മയുള്ളവരോട് പറഞ്ഞ് ഇവിടെ സഹായിപ്പിച്ച് അവരുടെയൊക്കെ ശ്രമഫലമായി, നിങ്ങളുടെയൊക്കെ ശ്രമഫലമായി